സോറാബുജികൾ എങ്ങോട്ടാണ് പോകുന്നത്? ഹായ്യാ, അപ്പൊ ഇന്ന് നമ്മൾ ചെറിയൊരു ട്രിപ്പ് പോവാണ്. എങ്ങോട്ടാന്നല്ലേ? ലേക്ക് ഡിസ്ട്രിക്റ്റിലോട്ട്. അങ്ങനെ നമ്മുടെ ട്രിപ്പിന്റെ ഹാഫ് ആയപ്പോൾ തന്നെ നമ്മളൊന്ന് സർവീസിൽ കയറിയിട്ടോ, ഒന്ന് റിഫ്രഷ് ചെയ്യാൻ. റിഫ്രഷ്മെന്റ് ഒട്ടും കൂടിപ്പോയില്ലല്ലോ അല്ലേ ഗൈസ്? അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി ഗൈസ്. പക്ഷേ നമ്മളൊരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്ത് പോയതാണെങ്കിലും അവിടെ എത്തിയപ്പോൾ നല്ല മഴയും കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വൺ ഡേ മാറ്റി അതൊരു സ്റ്റേക്കേഷനാക്കി മാറ്റി. അങ്ങനെ നമ്മൾ അവിടെ തന്നെയുള്ള ഒരു ബീച്ച് സൈഡ് ഒരു റിസോർട്ട് തന്നെ എടുത്തു. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. നമ്മൾ പിന്നെ എവിടെ പരിപാടി കയറിച്ചാൽ ഇങ്ങനെ തന്നെയാണല്ലോ. അന്നത്തെ വെതർ നല്ല മോശമായിരുന്നു, അതുകൊണ്ട് തന്നെ ട്രാവലിംഗ് ടൈം നല്ല കൂടുതലായിരുന്നു. അതുകൊണ്ടാട്ടോ നമ്മളവിടെ സ്റ്റേക്കേഷനൊക്കെ ആക്കിയത്. പക്ഷേ അത് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരുന്നു. ഒന്നല്ല, 2 പോഞ്ഞിക്കാരന്മാരുടെ മ്യൂസിക് വിത്ത് ബോഡി ഷോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. അങ്ങനെ നല്ല അടിപൊളി ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം ഏർലി മോർണിംഗ് തന്നെ നമ്മൾ അവിടുന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് കാം ആൻഡ് കോയിട്ടും പിന്നെ നല്ല അടിപൊളി വ്യൂവും കൂടെ ഉള്ള ഒരു സൂപ്പർ റിസോർട്ടായിരുന്നു കേട്ടോ അത്. പിന്നെ നമ്മൾ വേഗം പോയത് ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിലാട്ടോ കേട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് ടീക്ക് കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തിരിച്ചു. നോക്കും മക്കളെയും നോക്കങ്ങോട്ടാ. അന്നത്തെ ഞങ്ങളുടെ ഭാഗ്യം കൊണ്ട് നല്ല അടിപൊളി വെതറായിരുന്നു, നല്ല സണ്ണി ഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം സ്ഥലങ്ങൾ കവർ ചെയ്യാൻ പറ്റും. അവിടെ ഒരുപാട് റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുഡ് കഴിച്ചിറങ്ങിയതുകൊണ്ട് നമ്മളെന്തെങ്കിലും കയറിയില്ല കേട്ടോ. എന്നാ അതിന് കുറച്ചു നേരം സീൻ പിടിക്കാന്ന് വെച്ചപ്പം ഇപ്പം എങ്ങനെ ഇരിക്കണേ. പിന്നെ അവിടെ നിന്ന് തന്നെ ഒരു വിധത്തിലാണ് കൊണ്ടുവന്നത്. പിന്നെ എനിക്ക് കുറച്ച് പാവയൊക്കെ മേടിച്ച് തരാമെന്ന് പറഞ്ഞില്ല ഇനിമായിട്ട്. എന്നെ കഷ്ടപ്പെട്ട് ഇവിടെ വരെ എത്തിച്ചെങ്കിലും പാവയും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. അവിടെ വീട്ടിൽ ഞാൻ മൂഞ്ചി ഗൈസ്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നമ്മൾ നേരെ എന്നാൽ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു പോയി. എന്നെ ആശ്വസിപ്പിച്ച ഒരു വിധത്തിലെത്തി. അവിടെ എത്തിയപ്പോൾ ഞാൻ വീണ്ടും മൂഞ്ചി ഗൈസ്. അണ്ണാക്ക് വരെ പൊള്ളിപ്പോയി ഗൈസ്. പിന്നെ ഒരു വിധത്തിൽ ഞാനത് ഊതി കഴിച്ചു ഗൈസ്. ഇതിൻ്റെ പേരൊന്നും ചോദിക്കരുത്, എന്താണെന്ന് ഓർമ്മ കൂടിയില്ല ഗൈസ്. ആസ് ഓൾവേസ് സിമി ദ പിസ്സ ഗേൾ. എന്തായാലും ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടുന്ന് പയ്യെ ഇറങ്ങി. ഇനി നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോയിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ഡെസ്റ്റിനേഷൻ നമ്മൾ പോകുന്ന വഴിക്ക് എങ്ങനെയോ റാൻഡമായിട്ട് കണ്ട ഒരു സ്പോട്ടാട്ടോ. അങ്ങനെ നമ്മൾ കയറി അതിൻ്റെ മുകളിൽ എത്തിയപ്പോൾ ഗൈസ് ലുക്ക് അറ്റ് ദാറ്റ്. വാവ്, സോ ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ അവിടുത്തെ വ്യൂ. അവിടെ നിന്ന് തന്നെ നമ്മൾ വേറൊരു പുതിയ സ്ഥലം കൂടി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോയി. പക്ഷേ പോകുമ്പോൾ ഞങ്ങൾ വിചാരിച്ചില്ലായിരുന്നു കേട്ടോ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്പോട്ട് അവിടെ ഉണ്ടെന്ന്. നമ്മൾ അവിടുന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കേട്ടോ. എനിക്ക് ഒരു സ്പോട്ടിലെ വ്യൂവും കൂടി എക്സ്പ്ലോർ ചെയ്യാൻ സാധിച്ചില്ല. ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പം അങ്ങനെ കുറേ മെമ്മറീസ് ആയിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് യാത്ര തിരിച്ചു ഗൈസ്. അപ്പം അങ്ങനെ പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.